അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 കപ്പ് ഇന്നലെ അനുമോൾ തൂക്കി നൈസായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും അനുമോളുടെ ഒരു ഫാനല്ല, അതുപോലെ തന്നെ ഈ ഷോയുടെയും വലിയ ഫാനൊന്നും അല്ല. പക്ഷേ അനുമോൾക്ക് ഇന്നലെ ഇത് കിട്ടിയപ്പം, കപ്പ് കിട്ടിയപ്പോഴത്തേക്കിന് കുറച്ച് സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ. വേറൊന്നും കൊണ്ടല്ല, ഈ ഷോയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അനുമോളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഈവൻ അനുമോളുടെ ഹൈറ്റിനെ വെച്ച് കളിയാക്കിയ ആൾക്കാരുണ്ട്. അനുമോളുടെ സൗണ്ട് അല്ലെങ്കിൽ സംസാര രീതി എന്താ പറയുന്നത്, പട്ടി കുറയ്ക്കുന്നതിനോടൊക്കെ ഉപമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ആ വീട്ടിൽ. അതുപോലെ തന്നെ എന്താ പറയുക, നേരിട്ട് നിന്ന് നമുക്ക് നമ്മളെ എതിർക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴും നമ്മുടെ പുറകിൽ നിന്നിട്ട് കൂടെ നിന്നിട്ട് കുത്തുന്ന കട്ടപ്പന്മാരെയാണ്. അങ്ങനെ കുറേ കട്ടപ്പന്മാരും ഇത് തകർക്കാൻ നോക്കിയിട്ടും എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും ലാസ്റ്റ് വരെ അവർ പിടിച്ചു നിന്ന് ആ ഒരു കപ്പ് കൊണ്ടുപോയി. പിന്നെ അനുമോക്കെതിരെ വന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ PR വർക്കാണ്. PR വർക്ക് അവിടെ ആർക്കാണ് PR ഇല്ലാത്തത്? ആകെ 2-3 പേർക്ക് കാണുകയല്ല PR. ബാക്കിയുള്ള എല്ലാവർക്കും PR ഉണ്ട്. ആരും ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച ഹരിചന്ദ്രനെ കണ്ടുപിടിക്കാനുള്ള ഷോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ ഫേമിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ് അവിടെ പോയിരിക്കുന്നത്. അല്ലാതെ ആരും ഇന്ത്യയുടെ GDP വളർത്താനൊന്നും അല്ലല്ലോ ആ ഷോയ്ക്കകത്ത് പോയിരിക്കുന്നത്. എനിവേ, എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു അനുമോള് ഒരു എന്താ ക്യാരക്ടർലെസ് ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരാളാണെന്ന്. പക്ഷെ അത് അവർ പിടിച്ച് നിന്ന് ഇത്രയും പേരോട്, 25 പേരോട് പിടിച്ച് നിന്ന് ഫസ്റ്റ് അടിക്കുക. അതിപ്പം ഡ്രാമ നടത്തിയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ കപ്പ് മേടിക്കുക എന്നുള്ളതാണല്ലോ അവിടുത്തെ മെയിനായിട്ടൊരു കാര്യം. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ എനിവേ, കൺഗ്രാജുലേഷൻസ് ടു അനു. ആൻഡ് കട്ടപ്പന്മാർ വിഷമിക്കണ്ട, എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി.